ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് തിരിച്ചടി. SITക്ക് റിപ്പോർട്ട് കൈമാറണം എന്നുള്ള ഹൈക്കോടതിയുടെ നിർണായകമായ വിധിയിലേക്ക് എത്തുകയാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുകയാണ്. സർക്കാർ എന്ത് നടപടിയെടുത്തു എന്നുള്ളത് അറിയിക്കണം എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള നടപടി 4.5 കൊല്ലക്കാലമാണ് വൈകിയത്. എന്തുകൊണ്ട് വൈകി എന്നുള്ളതടക്കം കോടതി ഇപ്പോൾ കണക്കിലെടുക്കുന്നു. സാമൂഹിക ഉത്തരവാദിത്തം കണക്കിലെടുത്തുകൊണ്ട് നടപടി വൈകിയതിന്റെ കാരണം വിശദീകരിക്കണം എന്നുള്ള നിർണായകമായ പരാമർശം ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ്. ഒരു നയം വേണം, നിയമനിർമ്മാണം പരിശോധിക്കും എന്നും കോടതി വ്യക്തമാക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ വാർത്ത ഇതാണ്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് കനത്ത തിരിച്ചടി. റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് SITക്ക് കൈമാറണം എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ലൈംഗികാതിക്രമ കുറ്റങ്ങൾ അടക്കം പരാമർശിക്കുന്ന അതീവ ഗുരുതര സ്വഭാവമുള്ള റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് കോടതി കണ്ടെത്തുന്നു. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം വിളിച്ചു വരുത്തിയാണ് കോടതി ഇപ്പോൾ ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇടക്കാല ഉത്തരവാണ്. ലൈംഗികാതിക്രമ കുറ്റങ്ങളടക്കം പരിശോധിക്കണമെന്ന് കോടതി വ്യക്തമാക്കുന്നു. 4.5 വർഷം നടപടി വൈകിയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം സർക്കാരിന് മുന്നിൽ വയ്ക്കുകയാണ് 2 അംഗ പ്രത്യേക ബെഞ്ച്. കേസിൽ താരസംഘടനയായ AMMയെ കക്ഷി ചേർത്തിരിക്കുന്നു ഹൈക്കോടതി. നിയമനിർമ്മാണം പരിശോധിക്കണമെന്നും കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അസംഘടിത മേഖലയാണിത്. അസംഘടിത മേഖലയിലെ ലൈംഗിക ചൂഷണം അവസാനിപ്പിക്കാൻ നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കണം എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഉത്തരവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന് കനത്ത തിരിച്ചടി തന്നെയാണിത്. 4.5 കൊല്ലം റിപ്പോർട്ടിന്മേൽ അടയിരുന്ന സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുന്നു, എന്തുകൊണ്ട് വൈകി? സർക്കാർ അക്കാര്യം വിശദീകരിച്ചേ മതിയാകൂ. പ്രത്യേക ബെഞ്ചിന്റെ നിർണായകമായ ഇടപെടലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക ചൂഷണത്തെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് വിശദമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടക്കാല ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണം. ശ്യാം ദേവരാജ്, ലീഗൽ കറസ്പോണ്ടന്റ് നമുക്കൊപ്പമുണ്ട്. ശ്യാം ദേവരാജ്, വൈകിയത് എന്തുകൊണ്ടെന്നുള്ള നിശ്ചിതമായ വിമർശനം ഇപ്പോൾ സർക്കാരിന് നേരെ ഉയരുകയാണ്. ഇതിൽ പരം ഒരു തിരിച്ചടി കിട്ടാനില്ല. സർക്കാർ ഇനിയെങ്കിലും ഇതിന്മേൽ അനങ്ങിയേ പറ്റൂ, ആക്ട് ചെയ്തേ പറ്റൂ. അതല്ലേ കോടതി ഇതുവരെ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശ്യാം ദേവരാജിലേക്ക് വരാം. ശ്യാം ദേവരാജ്, കോടതി ഉത്തരവ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഷിപാൽ, ഒരു നയം വേണം. അസംഘടിത മേഖലയിൽ ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ തുടരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ വൈകിയ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കോടതി കൃത്യമായി ഇടപെടുകയല്ലേ? സുജയ, ഒരു സംശയവുമില്ല. കഴിഞ്ഞ 4.5 വർഷക്കാലം എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടിയെടുക്കാത്തത് എന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് ഹൈക്കോടതി ഉയർത്തുന്നത്. 2019 ഡിസംബർ 31 സർക്കാരിന് സമർപ്പിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഈ റിപ്പോർട്ട്. സിനിമാ മേഖലയിൽ വനിതാ സിനിമാ പ്രവർത്തകർക്ക് നേരെയുണ്ടായ ലൈംഗിക ചൂഷണം, തൊഴിൽ ചൂഷണം അടക്കം ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ട്, അതിൻ്റെ മൊഴികൾ, വിവിധ സിനിമാ താരങ്ങൾ നൽകിയ മൊഴികൾ, തെളിവുകൾ അടക്കമാണ് സർക്കാരിന് ഹേമ കമ്മിറ്റി നൽകിയത്. പക്ഷേ റിപ്പോർട്ട് ലഭിച്ച 4.5 വർഷക്കാലമായിട്ടും അതിൽ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചില്ല. അതിന് സർക്കാർ ചൂണ്ടിക്കാണിച്ച ന്യായീകരണം അത് സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന വിവരങ്ങളാണ്. എവിടെയാണ് ഈ കുറ്റവാളികൾക്ക് അല്ലെങ്കിൽ കുറ്റാരോപിതർക്ക് അവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന നിയമം രാജ്യത്തുള്ളത് എന്ന ചോദ്യം പൊതുസമൂഹം തന്നെ ഉയർത്തുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഹൈക്കോടതിയുടെ ഏറ്റവും പ്രസക്തമായ ചോദ്യങ്ങളും ഉയർന്നത്. ഇപ്പോൾ ഏറ്റവും നിർണായക ഇടപെടലാണ്. SIT നേരത്തെ രൂപീകരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ ഭാഗികമായി പുറത്തു വന്നപ്പോൾ അതിന് തൊട്ടു പിന്നാലെ ഉണ്ടായി വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ രൂപീകരിച്ച ആ SITക്ക് ഈ സീൽ വെച്ച കവറിലുള്ള റിപ്പോർട്ട് കൈമാറണം. എന്ത് നടപടി അതിൽ സ്വീകരിക്കുമെന്ന് ഹൈക്കോടതി അറിയിക്കാനുള്ള നിർദ്ദേശമാണ് SITക്ക് ഇപ്പോൾ ഹൈക്കോടതി നൽകുന്നത്. ഏതായാലും ഇപ്പോൾ ഇത് പരിശോധിക്കുന്നില്ല എന്ന് ഹൈക്കോടതി പറയുന്നു. SIT റിപ്പോർട്ട് സമർപ്പിക്കട്ടെ എന്ന നിലപാടിലേക്ക് ഹൈക്കോടതി എത്തുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം വലിയ തിരിച്ചടിയാണ്. സർക്കാർ ഇതിൽ ഒരു അന്വേഷണവുമില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് സംസ്ഥാന സർക്കാർ സാംസ്കാരിക മന്ത്രി അടക്കം പറയുമ്പോഴാണ് ഹൈക്കോടതി ഇതിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ കുറ്റകൃത്യമുണ്ടെന്ന് വ്യക്തമാകുന്നു എന്ന പരാമർശവും ഉണ്ടാകുന്നത്. ഏതായാലും മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും സാംസ്കാരിക വകുപ്പിനുള്ള വലിയ തിരിച്ചടിയാണ്. കാരണം ഈ റിപ്പോർട്ടിൻ്റെ കസ്റ്റോഡിയൻ അത് സാംസ്കാരിക വകുപ്പാണ്. സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ കൈവശമാണ്
എന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ മൊഴിപ്പകർപ്പും അതിൻ്റെ തെളിവുകളും അടക്കമുള്ളത്. 4.5 വർഷക്കാലം ഇരുട്ടുമുറിയിൽ എന്തിനാണ് റിപ്പോർട്ട് വെച്ചതെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തേണ്ടി വരും. സാമൂഹ്യ പ്രശ്നമായിട്ട് പോലും എന്തുകൊണ്ടാണ് സർക്കാർ ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കാതിരുന്നത് എന്ന ചോദ്യം ഹൈക്കോടതി ഉയർത്തുമ്പോൾ സ്വാഭാവികമായും ഇതിന് മുഖ്യമന്ത്രി തന്നെ മറുപടി പറയേണ്ടി വരും പൊതുസമൂഹത്തിനോട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും സർക്കാർ നടത്തിയില്ല. അതിന് പകരം പിന്നാലെ വന്ന വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഒരു പ്രത്യേക സംഘത്തെ, പോലീസ് സംഘത്തെ കോടതി കൃത്യമായി പറയുകയാണ്. ഒരു SIT